ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തണുത്തിട്ട് പൊന്നാര മക്കളെ വർത്താനം പറയാൻ പറ്റും. എവിടെ നമ്മളുള്ളത്? കൊടൈക്കനാലാണ്. എൻ്റെ പൊന്നെ, ഞങ്ങൾ ഒരുപാട് ആയിട്ട് ഞങ്ങൾ റിസോർട്ട് ഈ റൂമിന്റെ ഏറ്റവും മേലെ ഉള്ളത്. ഇവിടുത്തെ ഭംഗി കാര്യങ്ങളൊക്കെ നിങ്ങളെപ്പം തന്നെ കാണിച്ചു തരട്ടെ. നിങ്ങൾ കാണേണ്ട കാഴ്ചയാണ്, അടിപൊളിയാണ്. ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലൊരു വീഡിയോ ഞങ്ങളിത് കണ്ടിട്ടില്ല. അപ്പോൾ വീഡിയോയിലേക്ക് നമ്മൾ പോയാൽ കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കണ്ടവർക്ക് ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ അത് ആ റൂമിൽ നിന്ന് നേരം വെളുത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ചൂടുള്ള ചായ ഇച്ചിരി ഏട്ടൻ വന്നിങ്ങനെ കേട്ടോ. നല്ല അടിപൊളി ചായയും കോഫിയും ഹോർലിക്സും ബൂസ്റ്റും എല്ലാം ഉണ്ട് അതിൽ. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഓരോ ഗ്ലാസ് കാൽ ചായയും കുടിച്ചിട്ട് അവിടുന്ന് വണ്ടി എടുത്ത് അടിപൊളി നേരം വെളുത്ത് ഇറങ്ങിയേക്ക് വന്നേക്കുന്നതിനാ നല്ല കൊടും തണുപ്പാണ്. വെയിൽ കാണുന്നുണ്ട്, പക്ഷേ നല്ല കൊടും തണുപ്പാണ്. അപ്പോൾ ആ ചായ കിട്ടിയപ്പോൾ നല്ല രസമായി ഏതായാലും. പിന്നെ ഞങ്ങളിങ്ങനെ പോണ വഴിയിൽ കണ്ടാട്ടെ പുല്ലൊക്കെ ഐസും കെട്ടയക്കണം. ഇങ്ങനെ മഞ്ഞ് ഇതായിക്കാണ്ട് ഫുള്ള് പുല്ലും ഇതൊക്കെ കണ്ടില്ലേ, ഐസ് കെട്ടായിട്ട് വെയിലിറങ്ങിയത്. പക്ഷേ എനിക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല, നല്ല തണുപ്പ്. അങ്ങനെ കണ്ടില്ലേ, ഈ പോണ ഭാഗം ഒരുപാട് സ്ഥലം ഇങ്ങനെ പുല്ല് ഐസ് കെട്ടായി കിടക്കുക കേട്ടോ. അത്രക്കും കൊടും തണുപ്പാണ് അവിടെ. പൊന്നപ്പം അതിൻ്റെ പൊന്നിൻ്റെ അവിടെ നിന്ന് പോരാനേ പോതില്ല, അത്രക്കും രസമുണ്ട് ഫുള്ള്. പിന്നെ ചില ഭാഗങ്ങളൊക്കെ കമ്പി വേലി കെട്ടിക്കാണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റൂല. ഇവിടെയൊക്കെ പറഞ്ഞാൽ ഇവിടെ റോഡിൻ്റെ ഒരു സൈഡ് കണ്ട, അപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഗുണാകേവ് പോവുകയാണെങ്കിൽ പോണ പോക്കിൽ വഴി വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. മോളൊക്കെ ഇതിനുള്ളിലുണ്ട്. ഓക്കെ, തണുപ്പ് സഹിക്കാൻ പറ്റും, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ജാസ്തി തണുപ്പ് എടുക്കാ ഐസും കെട്ട കാര്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിലെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, റോഡ് സൈഡിൽ ഒരുപാട് ഹോട്ടലിൽ ഇതിൻ്റെ മുന്നിലൊക്കെ ഇതാണ് അവസ്ഥ കേട്ടോ. ഫുള്ള് ഇങ്ങനെ തീക്കായും കമ്പകളൊക്കെ വെച്ചിട്ട് ഓരോരോ ചേച്ചിമാരും ഇതൊക്കെ ഫുള്ള് അത്രക്കും തണുപ്പാണ്. നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അപ്പോൾ ഒറ്റങ്ങളൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കുറച്ച് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. എന്തൊരു തണുപ്പാണെന്നറിയോ. അപ്പോൾ ഭാവി മുത്തൊക്കെ അവിടെ വെക്കാണ്ട് നല്ല ചൂട് കാഞ്ഞാണ്ട് പോകുന്നു. ഞാൻ വണ്ടീൻ്റെ ബാഗ് പോയിരിക്കുന്നു, അത്രക്കും തണുപ്പായിരുന്നു. നടുക്കിരിക്കുമ്പോഴൊക്കെ പൊന്നൂനാണെങ്കിൽ ഗ്ലാസ് പൊന്തിച്ച് ഓടാനും പറ്റൂലല്ലോ, AC ഇടാനും പറ്റൂല. അപ്പോൾ ഗ്ലാസ് താത്തി കഴിഞ്ഞാൽ നമ്മൾ വണ്ടീൻ്റെ ഉള്ളിലേക്ക് കാറ്റ് വരും. അത് കാറ്റ് തീരെയും സഹിക്കാൻ പറ്റില്ല, അത്രക്കും തണുത്ത കാറ്റാണ്. അപ്പോൾ റോഡ് സൈഡിൽ ഇതാ നല്ല ചൂട് കായലും ഒക്കെ ഉണ്ട് ബാവാൻ്റെയും മുത്തുവിൻ്റെയൊക്കെ പണി. അത് കഴിഞ്ഞ് പിന്നെ ഗുണാക്കേവ് 9:30 മണിക്കോ അതിൻ്റെ തുറക്കുള്ളൂ വെച്ചിട്ടിപ്പോൾ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോരുന്ന വഴിയിൽ സൂയിസൈഡ് പോയിൻ്റ് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനും വേണ്ടി കയറിയതാണ്. ഈ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ അവർ നിന്നാണ് ഫോട്ടോ ഒക്കെ എടുത്ത സ്ഥലമാണെന്ന് പറഞ്ഞു പൊന്നു. അപ്പോൾ അവിടെ നിന്ന് ഏതായാലും അവിടെ ഇതേപോലെ ഞങ്ങൾ ചായ കുടിക്കാനൊന്നും പോയിട്ടില്ല. അതിന് മുന്നേ ഇവിടെയൊക്കെ കണ്ടുകാണ്ട് പോവാൻ വിചാരിച്ച്. ഇവിടെ നിന്നും ഒരു കാൽച്ചാട്ടം. പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ അവിടുത്തെ ചായയൊക്കെ നല്ല ടേസ്റ്റാട്ടോ. ഞാൻ പിന്നെ മധുരം കുറച്ച് കുടിച്ചോളൂ, മധുരം കുടിക്കലില്ല. മധുരം ഇല്ലാത്ത ചായ ആയാലും നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. പിന്നെ ഇത് വോയിസ് ഇടുന്നുണ്ടെന്ന് വെച്ചാൽ അവിടെ കുറേ കടകളൊക്കെ തുറന്ന് വരുന്നുള്ളൂ. തുറന്ന കടയിലൊക്കെ നല്ല മ്യൂസിക് ഉണ്ട്, പാട്ടിട്ടിച്ചിരിക്കണം. അപ്പോൾ അത് ഇതിൽ പെട്ടിക്കണം. നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ വോയിസ് കട്ട് ചെയ്തിട്ടാണ് അപ്പോൾ ഞാൻ വോയിസ് ഇടുന്നത്. പൊന്നും അതിൻ്റെ ഇടയിൽ കൂടി ഇപ്പാനെ പൊക്കിക്കണ്, കുറച്ച് കാറും ഇതൊക്കെ ഉള്ള ചായയാണ്. പിന്നെ നല്ല തണുപ്പ്. മുത്തൂന് പനി ഉണ്ടേനു നല്ല എന്താണ്. അപ്പോൾ അവിടുന്ന് ചൂടിന് എന്താണ് തണുപ്പിനിടുന്ന ആ കുപ്പായാണ്, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ആ കുപ്പായം ഒന്ന് വാങ്ങിച്ച്. അവിടെ നമ്മളിവിടെയൊക്കെ നല്ല റേറ്റല്ല, അവിടെയൊക്കെ അങ്ങനത്തെ സാധനത്തിനൊക്കെ നല്ല ചീപ്പ് റേറ്റുള്ളൂ, കുറച്ച് പൈസ ഉള്ളൂ അതിനൊക്കെ. പൊന്ന് പിന്നെ ഒരു ഗ്ലാസിൻ്റെ കൂളിംഗ് ഗ്ലാസിൻ്റെ അവിടെ കുറേ നിന്ന് തിരിഞ്ഞു നോക്കി. പിന്നെ ജയിലില്ലാന്ന് കണ്ടേക്ക് അവിടെ നിന്ന് പോകുന്നിട്ടാ. പിന്നെ ഇതെന്തൊക്കെ ഒരുപാട് കടകളുണ്ടൊക്കെ തുറന്ന് വരുന്നുള്ളൂ. നന്ന രാവിലെ 9 മണി ആയിട്ടില്ല, 8:45 അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയാണ് സൂയിസൈഡ് പോയിന്റ് ഇട്ട്, അത് കണ്ടോളി, അടിപൊളിയാണ്. എങ്ങനുണ്ട് പൊന്നോ? എങ്ങനുണ്ട്? സൂയിസൈഡ് പോയിന്റ് നല്ല വെയിലുണ്ട്, നല്ല തണുപ്പുണ്ട്. മേലെ ഒരാളിന്റെ തലന്റെ മേലെ ഒരാൾ ഇപ്പിട്ടിട്ടാ.
സൂയിസൈഡ് പോയിന്റ് എങ്ങനെയുണ്ട് കാണാൻ? കമന്റ് ചെയ്യും. സൂയിസൈഡ് ഇല്ലാളെന്നതാ ചെന്നെയാണ് ഇത് കണ്ടില്ലേ? ഫോൺ അപ്പുറത്താ മേലെ കൂടി വെറ്റിട്ടാൾട്ടാ. എന്നൊന്നും കാട്ടല്ല. ഇതാണ് നിങ്ങൾ ഇവിടെ അടിപൊളി ഫാൻസി വളകളുണ്ട്. ഞാൻ മാളുവിനെ കണ്ണ് പൊത്തി, പക്ഷെ കണ്ട് അപ്പോൾ അത് എടുക്കാൻ നോക്കണ്ട്. ഒരു രക്ഷ ഞാൻ പെട്ട കോലാണ് കാണുന്നത്. ഇനി ഒന്നും പറ്റാതെ പോയാൽ കഴിച്ചിലായി ചെയ്ത്. ഞാൻ നോക്കട്ടെ, ഒന്നും ഇഷ്ടപ്പെടാതിരിക്കട്ടെ. അമീൻ നല്ല അടിപൊളിയായിട്ടാ. നല്ല ഫാൻസികളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൂയിസൈഡ് പോയിന്റ് കയറിനോടത്താണുള്ളത്, കൊടൈക്കനാലിൽ കേട്ടോ. കോട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ. അടുത്തേ ഒരു രക്ഷയില് പെട്ട കോലാണ്. ഈ വളപ്പെട്ടത് കണ്ണുപെട്ട് നേരെ ഞങ്ങളത് ഈ കൂടി അങ്ങോട്ട് പോയി. കണ്ണ് പൊത്താൻ ഞാൻ നോക്കി, പക്ഷേ ഈ അടുത്ത കണ്ണ് ഇങ്ങോട്ട് പാളിയെ പോയി. വാങ്ങാൻ നോക്കട്ടെ, പറ്റിയില്ലെങ്കിൽ രക്ഷപ്പെട്ട് വല്ല മുങ്ങാം. പിന്നെ ഞങ്ങൾ നേരെ ഹോട്ടലിൽ തിരഞ്ഞ് ലാസ്റ്റ് ഒരു ഹോട്ടൽ കിട്ടി. അതിൽ പൊങ്കൽ എന്ന സാധനം ഉണ്ടെന്ന് വെച്ചാൽ തമിഴ്നാട്ടുകാരെ സാധനം ഉണ്ടല്ലോ, അതൊന്ന് ടേസ്റ്റ് നോക്കി. ഞാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഞാൻ സ്പൂണിൽ ഒരു ചുടുത്തോ, എല്ലാവരും എടുത്തിട്ട് കാര്യമില്ലല്ലോ, തിന്നോന്നറിയില്ലല്ലോ. അപ്പോൾ മുത്തൂനും കുട്ടിമാർക്കൊക്കെ സ്പൂണിലാക്കി കോരി കൊടുക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ചട്നിയും ഇതൊക്കെ കൂട്ടിക്കാണ്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ തിന്നാത്തൊരു ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. എല്ലാവരും നിങ്ങളത് കഴിച്ചിക്കണമെന്നറിയില്ല. പൊങ്കൽ പറഞ്ഞ സാധനമാണ്. ആ ചോറായിട്ടാണ് ഉണ്ടാക്കുന്നത് തോന്നുന്നത്. ഉപ്പുമാവിൻ്റെ ഒക്കെ ഒരു ഉപ്പുമാവ് പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മളെ ഫുഡല്ലല്ലോ, അപ്പം അധികം നമ്മൾ കഴിക്കൂല. കുറച്ച് ഒറ്റ പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്. ഏതായാലും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും തിന്നത് നെയ്റോസ്റ്റും ചട്ടണിയും സാമ്പാറും ഒക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും സൂപ്പർ ചെയ്യുന്നുട്ടാണ്. ചട്നിയും സാമ്പാറൊക്കെ അതവിടുന്ന് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ പോണോടത്തൊക്കെ ഫുള്ള് ഇതിൻ്റെ ബാക്കി വ്യൂ പോയിൻറ്റും. ഇനി ഇവിടുന്ന് നേരെ പോണത് ഇവിടെയൊക്കെ കണ്ടില്ലേ, ഫുള്ള് വ്യൂ പോയിൻ്റാണ്. മഞ്ഞ് കട്ടകളിങ്ങനെ വീണമായിക്ക് മേഘങ്ങൾ പോലെ മഞ്ഞ് കിടക്കുക. എന്ത് രസമാണ് കാണാനറിയാം. അവിടെയൊക്കെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് വെച്ചാൽ ആയം, അറ്റല്ലാത്ത ആയാണ് അവിടെയാണ് ഈ കാണുന്നത്. പിന്നെ ഇനി പോണത് ആ മഞ്ഞുമൽ ബോയ്സ് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമല്ലേ, ഗുണ കേവ്, അവിടേക്കാണ് ഇനി പോവാനുള്ളത്. അതല്ല അടിപൊളി. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ അതിൻ്റെ ബാക്കിയാണ്. ആ കാണുന്ന മഞ്ഞുകളൊക്കെ അതാ ഒരു വലിയൊരു മലയാണത്. അല്ല അവിടെ എന്താ ഉള്ളത്? അവിടെ എന്താണ് ആ സിനിമേൻ്റെ പേര്? എവിടെ കാണാനാ? മഞ്ഞുമല ബോയ്സ്. കുഴിയേട്ടാ. ഇത് ശരിക്ക് ഇത് നല്ല ആയുണ്ടല്ലേ? അത്യാവശ്യം ഇങ്ങനെ അങ്ങോട്ട് പോവാം. ഒത്തിരി കിട്ടും. നല്ല ആയുണ്ട് കേട്ടാ.
ഉണ്ട് നല്ല അടിക്ക് ഒക്കെ നീലുള്ള എല്ലാരും ഇതേതാ മുത്തുവിനെ ചെടുത്തിട്ടാ കുറച്ച കൊണ്ടുവന്നാ ഞാൻ ഓലെ ലൈഫ് അതെ നോക്കിട്ട് പറ ആ വരുന്നേ എങ്ങനെയുണ്ട് ഹലോ അപ്പോൾ ഈ ടവർ കണ്ട അതിന് മേലെ നിന്ന് നോക്കിയാൽ അട്ടില്ലാത്തൊരു ആഴത്തിലൊരു ഗർത്താണ്. അവിടെ നിന്ന് ഇങ്ങനെ മഞ്ഞിങ്ങനെ പൊങ്ങി പൊങ്ങി വന്ന് അവിടെയൊക്കെ മൂടും. അതൊക്കെ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഈ മൂടിക്കണതൊക്കെ ആ താഴെ ആ ഗർത്തത്തിൽ നിന്ന് പൊങ്ങി പൊങ്ങി വരുന്ന മഞ്ഞാണ്. അവിടെ നിന്നാണ് പാറി കാറ്റടിച്ച ഇവിടെയൊക്കെ മൂടിയത്. ഞങ്ങൾ വന്നപ്പോൾ ഇത്ര ഇവിടെ ഒന്നും തെളിഞ്ഞാണ്. പിന്നെ അതിൽ ഇങ്ങനെ കാറ്റടിച്ച് വന്ന് ഈ ഭാഗം മൊത്തം മൂടിയതാണ്. ഫുൾ കോടയാണ്, നിറയെ കോടയാണ്. ചില ടൈമിൽ കാറ്റിന് ആ കോട ആ ഭാഗത്ത് നീങ്ങും, എന്നിട്ട് പിന്നെയും ഇതേപോലെ വന്നുകൊണ്ട് വീണ്ടും കോട വന്ന് നിറയും. സത്യം പറഞ്ഞാൽ ഈ ഗുണ കേവ് ഒരിക്കലെങ്കിലും എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. വീണ്ടും നമുക്ക് അവിടേക്ക് പോകാൻ തോന്നും. അത്രക്കും ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഗുണ കേവ്. ഇത് കണ്ടില്ല, ഇതും അതിൻ്റെ ഒരു ഭാഗമാട്ടാ. ഇതൊക്കെ ആ മല രണ്ട് കിടങ്ങായി കാണണം. അത് അതിൻ്റെ അടിയിൽ ആ കിടങ്ങിലാണ് ഒരാൾ വീണ് മരിച്ച് പറഞ്ഞു. ആ അതിക്ക് വീണ ആളെ പിന്നെ ഒരിക്കലും നമുക്ക് എടുക്കാൻ പറ്റൂല. അത്രക്കും ആഴത്തിൽ രണ്ട് മലകൾ നടു കീറിയ പോലത്തെ ഒരു സ്ഥലം. അതിൻ്റെ അടിയിലേക്കാണ് വീണാൽ കിട്ടൂല. ഇത് പിന്നെ ഇത് ഇവിടെ ഉണ്ടാക്കി വെച്ചാട്ടൊരു കാട്ടുപോത്തിൻ്റെ ചിത്രം. ഇവിടെ ഇതേപോലെ ആ ആഴങ്ങളിൽ നിന്ന് കയറി വരുന്ന കോടയാണ് ഫുള്ള്. ഇത് കണ്ടില്ല ആ അറ്റം, അതിൻ്റെ അങ്ങേപ്പുറം ആ കാണുന്ന ആ അറ്റമില്ലാത്ത അത്രയും താഴ്ചയാണ്. അതിൽ നിന്നാണ് ഈ മഞ്ഞ് കയറി വരുന്നത്. മഞ്ഞ് ഫുള്ള് ഇവിടെ മൂടുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി മൂടിയിട്ട് ഇവിടെ ഒന്നും കാണൂല. അത്രക്കും മഞ്ഞിങ്ങനെ മേലെ നിന്ന് കയറി വരും. അതാണ് ആ ഗുണ കേവിൽ നിന്ന് കണ്ട അതേ സ്ഥലമാണിത്. അതിൻ്റെ ബാക്കിയാണ്. പിന്നെ അധികം നേരം ഒന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രക്കും തണുപ്പാണ്. പിന്നെ ഇവിടെയൊക്കെ കണ്ട് വീണ്ടും ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഇനി നമ്മൾ വീട്ടിലേക്ക് മടങ്ങുക കേട്ടോ. രണ്ടാമത്തെ ദിവസമല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ അത്രയും ദൂരം ഓടാണ്ടായതുകൊണ്ട് രാത്രി നമുക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തൊക്കെ വേണ്ട. പിറ്റേന്ന് മദ്രസ് സ്കൂളൊക്കെ ഉള്ളതല്ലേ. അതിൻ്റെ ഇടയിൽ പൊന്നൂന് ചെറുതായിട്ടൊന്ന് പുറത്തിറങ്ങി പൊന്നു. അപ്പോൾ നമ്മളെ ഇരിക്കണം എല്ലാവരും കൂടി. അതിൻ്റെ ഒരു ബിസ്ക്കറ്റ് ഇട്ടിങ്ങനെ തിന്നാണ്. അല്ലോ മാറിയാ ഒരാളിവിടെ വളൻ്റെ ചുരുക്ക് നോക്കുകയാണ്. അപ്പോൾ വളഞ്ഞാ അങ്ങനെ ഏതേ. പിന്നെ ഞങ്ങൾ വല്ലാതെ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. പിന്നെ പോരിന് വൈകുന്നൊരു ഭക്ഷണം കഴിച്ച് ചോറുന്ന് പിന്നെ
ഇതാ അടുത്ത ചോറുന്നപ്പോഴൊന്നും വീഡിയോ എടുത്തിട്ടില്ല, അതൊക്കെ കൊയങ്ങിന്ന്. പിന്നെ ചായ കുടിച്ച് പിന്നെ നമ്മളെ നാട്ടിലെത്തിയതിൻ്റെ ശേഷമാണ് രാത്രി ഫുഡ് കഴിച്ചത്. രാത്രി 9 മണിയായിക്കണ നാട്ടിലെത്തിയപ്പോൾ പിന്നെ എടരിക്കൂടുള്ള മുട്ടിപ്പടി നെയ്ച്ചോറുണ്ട്, നെയ് കയറി നെയ്ച്ചോറും ചിക്കനും തിന്ന് നേരെ വീട്ടിലേക്ക്. അപ്പോൾ അൽഹംദുലില്ലാ ഇന്നത്തെ വീഡിയോ ഇതാ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതിലേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ബായ്.